ഇന്ന് നമ്മളൊന്ന് ഉത്രാളിക്കാവ് വരെ ഒന്ന് പോവാണ്. നമ്മൾ ഇതിനായിട്ടും ഉത്രാളിക്കാവ് പോയിട്ടില്ല. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എല്ലാം ഉത്രാളിക്കാവ് കാണാറുണ്ടെങ്കിലും ഉത്രാളിക്കാവിൽ പോയൊരു ട്രെയിൻ സ്പോട്ടിംഗ് നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ട്രെയിൻ സ്പോട്ടിങ്ങിനുമാണ്. എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്ത് ഗോഡ്വിനുണ്ട്. ഹായ് പറയൂ. അപ്പോൾ ഗോഡ്വിനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഉത്രാളിക്കാവ് പോവാണ്. വടക്കാഞ്ചേരിയാണ് ഉത്രാളിക്കാവ് എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിനിൽ കൂടെ പോകുമ്പോൾ രസമില്ലാട്ടൊരു അമ്പലം കാണത്തില്ലേ, അതാണ് ഉത്രാളിക്കാവ്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ട്രെയിനിൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്നത് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറാണ്. അതാണ്ട് ഈ വണ്ടിക്കാണ്. ഇതിന് കയറി തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കോട്ടയം നിലമ്പൂരിൽ നിന്ന് കയറി നേരെ വടക്കാഞ്ചേരി പോകും. ഇങ്ങനെയാണ് പ്ലാൻ. ആരക്കോണത്തിൻ്റെ ഒരു P4 ആണ് ഗുരുവായൂർ പാസഞ്ചറിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലത്തെ കോച്ചിൽ ഇരുന്ന് പോകാം. പോകുന്ന വഴിക്ക് കുറേ ട്രെയിനും കാണിച്ചു തരാം. നമ്മുടെ പാസഞ്ചർ കണ്ട് ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ ഒരു എറണാകുളത്തിൻ്റെ ആൽക്കോ അതുകൊണ്ട് ടാറ്റാനഗർ എക്സ്പ്രസിൻ്റെ റേക്ക് ഷണ്ടി കണ്ട് വരുന്നത് കണ്ടോ. ഇവൻ തൃശ്ശൂരുകാരനാണ്, പക്ഷെ ഇവൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. നീ എന്താ പോകാത്ത ഇത്ര നാള്? പോവാൻ ടൈം കിട്ടിയില്ല. അവൻ തൃശ്ശൂരുകാരനാ, പക്ക തൃശ്ശൂർ ഭാഷയൊക്കെ ഇടയ്ക്കെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പല കണാലിലെ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇതിനായിട്ട് ഉത്രാളിക്കാവ് പോകാൻ പറ്റിയിട്ടില്ല. ഉത്രാളിക്കാവ് പൂരം കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഇതിനായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ പോവാണ്. നമ്മുടെ ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് മെയിലാണ് കിടക്കുന്നത്. നല്ല അടിപൊളി ഈ റോഡിൻ്റെ ഒരു പീസായിരുന്നു. ഇതാ രാവിലത്തെ ആ സൂര്യൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ദിവസം അടുത്ത ദിവസം ചിങ്ങം 1 അപ്പോൾ അതിന് വേണ്ടി ശബരിമല അയ്യപ്പന്മാരൊക്കെ വന്നതിൻ്റെ മാലയൊക്കെയാണ് കോച്ചിലൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. എറണാകുളത്തിന് ഇപ്പോൾ ഇലക്ട്രിക് ലോക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എറണാകുളത്തിൻ്റെ ഒരു G5 ലോക്കമാണ് കിടക്കുന്നത് കേട്ടോ. ഈ വിശാഖപട്ടണം ഷെഡിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി ഇപ്പോൾ ഓരോ G5 ഒക്കെ വരുന്നുണ്ട്. രാവിലെ നല്ല രസമുണ്ട്. നിങ്ങൾ ആ സീനറിയൊക്കെ കണ്ടല്ലോ, ക്ലിയർ വെതറാണ്. ആ ഒരു സൺറൈസും പിന്നെ കോടയും ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഈ കോടയൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല രസമുണ്ട് രാവിലെ യാത്ര ചെയ്യാൻ വേണ്ടി. ഗോൾഡൻ അവർ എന്നൊക്കെ പറയത്തില്ലേ, ഗോൾഡൻ അവർ മറ്റേ രാവിലെ പോയിട്ടൊക്കെ ഇതേപോലെ സൺറൈസ് സൺസെറ്റ് സമയത്തൊക്കെ ഇങ്ങനെ അന്തരീക്ഷം മൊത്തം ഇങ്ങനെ ഒരു ഗോൾഡ് കളറിലിരിക്കും. ആ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ ഈ രാവിലെ എണീക്കുമ്പോൾ ഇതേപോലെ മഴയാണെങ്കിൽ നമുക്കൊരു മടുപ്പായിരിക്കും, പക്ഷേ അത്യാവശ്യം ഇതേപോലെ ക്ലൈമറ്റാണെങ്കിൽ നമുക്കൊരു എനർജി ലെവലൊക്കെ ഫീൽ ചെയ്യും. വീഡിയോ ചെയ്ത ഗുരുവായൂർ മധുരയാണ് ഈ പോകുന്നത്. ഈ റോഡിൻ്റെ ഒരു ഫ്രഷ് പീസ് മറ്റേ 45 സീരീസിലുള്ളൊരു പീസാണ് കേട്ടോ. ഇതിൻ്റെ ലോക്കോ പുതിയ സാധനം കേട്ടോ, പുത്തൻ സാധനമാണ്.
പോയത് 4 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഓടുന്ന മരുസാഗർ എക്സ്പ്രസ് ആണ്. 4 മണിക്കൂർ ലേറ്റാണ്. അത് കൊങ്കണിൽ വെച്ചിട്ട് നല്ല തേപ്പ് കെട്ടി ലേറ്റ് ആയതാണ്. നമ്മളങ്ങനെ തൃശ്ശൂർ എത്താറായി. തൃശ്ശൂർ ഇറങ്ങിയിട്ട് കോട്ടയം നിലമ്പൂരിന് കയറും. ശരിക്കും കോട്ടയം നിലമ്പൂരിന് കയറിയാൽ മതിയായിരുന്നു. കോട്ടയം നിലമ്പൂരിന് ചിലപ്പോൾ സീറ്റ് ഇട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് കയറിയത്. അതുപോലെ ഇതിന് സുഖമായിട്ട് ഇരുന്ന് പോകാമല്ലോ. അപ്പോൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഇനി കോട്ടയം നിലമ്പൂരിന് കയറി നമ്മൾ വടക്കാഞ്ചേരി പോകും. നമുക്ക് ഇവിടെ വന്നൊരു സമോസ കഴിക്കാനുള്ള സമയം മാത്രമേ കിട്ടിയുള്ളൂ. 2 മിനിറ്റ് കിട്ടി. അപ്പോഴേക്ക് നമ്മുടെ കോട്ടയം നിലമ്പൂർ തൊട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് കയറി നമ്മൾ വടക്കാഞ്ചേരി പോവാണേ. ഇവിടെ നമുക്കൊരു സൈഡ് സീറ്റ് കിട്ടി കേട്ടോ. ഇന്ന് ഞായറാഴ്ച കൊണ്ട് വലിയ തിരക്കില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാ ദിവസമൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയിൽ ഒടുക്കൽ തിരക്കാണ് കോട്ടയം നിലമ്പൂരിന്. നമ്മളാണ്ട് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ കയറുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് വടക്കാഞ്ചേരി വരുന്നത്. വടക്കാഞ്ചേരി ലൂപ്പ് ട്രാക്കിലെ സ്പീഡൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ പയ്യെ കയറത്തുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഉത്രാളിക്കാവ് ആണെങ്കിൽ ഇവിടെ നിന്ന് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് വേണം പോകാൻ. മംഗള എക്സ്പ്രസ് വരുന്നുണ്ട് അങ്ങനെ 3 മണിക്കൂർ പ്ലസ് ലേറ്റ് ആയിട്ട് ഇടുന്ന മംഗള. കോട്ടയം നിലമ്പൂരിന് കയറി നമ്മൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ വന്നു. ഇനി ഇവിടെ നിന്ന് ബസ് എടുത്തിട്ട് നമുക്ക് ഉത്രാളിക്കാവ് പോകണം. ഇതാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് സ്കീമിൽ റെഡിയാക്കിയെടുത്തുള്ള സ്റ്റേഷനാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഇന്ത്യൻ പതാക നമുക്ക് കാണാം. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. പെട്ടെന്നായിരുന്നു, ഓടിച്ചാടി കയറുമായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ കയറാറൊന്നുമില്ല. ബസ്സിൽ കയറുന്നത് വളരെ കുറവാണ്. നാട്ടിൽ പോകുമ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകാൻ വേണ്ടി ചിലപ്പോൾ കയറും. കൂട്ടുകാരൊക്കെ പറഞ്ഞാൽ അവരോടെ പോകത്തേ ഉള്ളൂ. എന്നാലും ബസ്സിൽ കയറുന്നത് വളരെ ചുരുക്കം കേട്ടോ. കാരണം നിങ്ങളുടെ ഇവിടെ നാട്ടിൽ ബസ്സിലൊന്നും ടിക്കറ്റ് ഇല്ലല്ലേ? ഞങ്ങളുടെ അവിടെയൊക്കെ ടിക്കറ്റ് ഉണ്ട്. പാലക്കാട് ഞാൻ പോയപ്പോൾ ഇതേപോലെ ഓരോന്നും ടിക്കറ്റ് ഇല്ലായിരുന്നു. ആണല്ലേ? പക്ഷെ എന്തായാലും കൊള്ളാം. ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സാണ് തോന്നുന്നു കൂടുതൽ. KSRTC വൻ കുറവാണ്. അതെ. അങ്ങനെ ഫൈനലി കുറേ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഉത്രാളിക്കാവ് വരണം. നമ്മളങ്ങനെ ഉത്രാളിക്കാവ് വന്ന് ബസ് ഇറങ്ങി. ഇതാണ് നമ്മുടെ ഉത്രാളിക്കാവ് ക്ഷേത്രം. ഇവിടെ സപ്താഹം എന്തോ നടക്കും അവിടെ അമ്പലത്തിൽ കേട്ടോ. നല്ല തിരക്കാണ്. ഞായറാഴ്ച കൂടാണ്. ഫുള്ള് കാറൊക്കെ ഇട്ട് ഫുള്ള് തിരക്കാണ് കേട്ടോ. അമ്പലത്തിനകത്ത് കയറാൻ പറ്റുന്ന തരത്തിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ട്രെയിൻ സ്പോട്ടിങ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കാം. നമുക്ക് ആൻ്റെ തോട്ടിൽ വല്ലതും മുന്നിക്കാം. ബ്രോ എങ്ങനെയുണ്ട് കണ്ടിട്ട്? ആഹാ, നല്ല മികച്ചൊരു തീരുമാനമാണ്. നല്ല തിരക്കായിപ്പോയാലും ഇത്ര തിരക്ക് ഇല്ല, ഞാൻ വിചാരിച്ചു എനിക്കൊരു കാമൻ കൊയറ്റൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഞെട്ടിച്ചു, വല്ലാണ്ട് ഞെട്ടിച്ചു. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു വണ്ടി പോകുന്നു. ഇത് ഏത് വണ്ടിയാ? ഇത് മറ്റേ ഇൻ്റർസിറ്റി അതാ പോകുന്നത്. നമുക്ക് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ് അടിപൊളിയായിട്ട് കിട്ടുന്നത്. നമുക്ക് തന്നെ താഴെ പോവാം. ഇവിടെ നല്ല വലിയൊരു ആൽമരം ഉണ്ട്. അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. ഗോഡ്വിനാണ് എൻ്റെ ക്യാമറ എടുത്ത് പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ്. നല്ല ആളാണ് അമ്പലത്തിൽ. നോക്ക് എന്തോ ആളാന്ന് നോക്കിയേ, ഫുള്ള് ആളാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ഭഗവതി ക്ഷേത്രമാണ്. ഉത്രാളിക്കാവ് പൂരം ഭയങ്കര ഫേമസ് ആണ്. ആ സമയത്ത് ഇവിടെ നിറച്ച ആളാണ്. അടിപൊളിയാട്ടോ. ഒരു ഭഗവതി ക്ഷേത്രമാണേ. നമ്മുടെ ട്രിവാൻഡ്രം കാസർഗോഡ് വന്ദേ ഭാരത് ഇപ്പം ഇതിലേക്ക് കൂടി വരും. നമുക്കത് സ്പോട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ശരിക്കും ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ കൂടെ ട്രെയിൻ പോകുന്നത്, എസ്പെഷ്യലി വന്ദേ ഭാരതൊക്കെ പോകുന്നത് അടിപൊളിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ വന്ദേ ഭാരത് നമ്മുടെ കാസർഗോഡ് വന്ദേ ഭാരത് ഇപ്പം ഇതിൽ വരും. കാണിച്ചു തരാവേ. ഈ വന്ദേ ഭാരത് വരുന്നതിൻ്റെ പുറകിൽ ഏറനാടുണ്ട്. ഏറനാട് അവിടെ വടക്കാഞ്ചേരി പിടിച്ചിട്ടിട്ടുണ്ട് വന്ദേ ഭാരതിൻ്റെ ഓവർടേക്കിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ പുറകിൽ ഏറനാടും വരും. നമ്മുടെ കാസർഗോഡ് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ വരും. ഞാനത് ഐഫോണിൽ സിനിമാറ്റിക് മോഡലിട്ട് കാണിച്ചു തരാം. വലിയ വ്യത്യാസമൊന്നുമില്ല.
പക്ഷേ ഈ വെട്ടം ഒരു സുഖമില്ലാത്തതുകൊണ്ടേ നോക്കാം എന്തായാലും. നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് കേട്ടോ, അടിപൊളി കേട്ടോ. ഇതൊരു രക്ഷയില്ല കേട്ടോ. വന്ദേ ഭാരത് പോകുമ്പോഴാണ് ശരിക്കും ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പർ 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 സൂപ്പർ. എന്തായാലും പൊളിച്ച്. വെട്ടം ഒരു സുഖമില്ല, അതാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നുണ്ടാ. അടിപൊളിയല്ലേ. വന്ദേ ഭാരതിൻ്റെ ഓവർടേക്ക് കഴിഞ്ഞിട്ട് മംഗലാപുരത്തേക്ക് പോകുന്ന നമ്മുടെ ഏറനാട് എക്സ്പ്രസ് ആണിത് കേട്ടോ. അതാണ് ഈ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലായി വരുന്നുള്ളൂ. കാരണം ഇവിടെ രാവിലെ വന്നിട്ട് കാര്യമില്ല മനസ്സിലായി. രാവിലെ വന്നാൽ വെയിൽ ഓപ്പോസിറ്റാണ്. അപ്പം വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഇരുണ്ടിരിക്കും. ശരിക്കും ഇവിടെ വരേണ്ട ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. നമുക്കറിയത്തില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാനും ഗോഡ്ഫിനും ഫസ്റ്റ് ടൈമാണ്. അപ്പം രാവിലെ വന്നാൽ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴായാലും വെട്ടത്തിനൊരു വിഷയം ഉണ്ടാവും. ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഈ പാരായണത്തിൻ്റെ ശബ്ദം കാരണം എനിക്ക് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, കേൾപ്പിക്കാൻ പറ്റത്തില്ല ട്രെയിനിൻ്റെ ശബ്ദം. ഇത് ഏത് വണ്ടി? ഇതേതാ? ശബരിയാണോ? അല്ല, ശബരിയല്ലല്ലോ. തിരുനെൽവേലി ബിലാസ്പൂർ തോന്നുന്നല്ലേ. ഇത് തിരുനെൽവേലി ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റിൽ അതാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് ആകെ മൊത്തം പെട്ടിരിക്കണം. ഒന്നാമത് ഇവിടെ വീഡിയോ എടുക്കാനാണെങ്കിലും പറ്റത്തില്ല, കാരണം ഭയങ്കര സൗണ്ടാണ്, ഈ വായനയുടെ സൗണ്ടാണ്. പിന്നെ ഗോഡ്വിനാണെങ്കിലും പെട്ടിരിക്കുകയാണ്. ക്യാമറ ഉണ്ടെന്ന് ലെൻസിൻ്റെ ലെൻസ് വലിയ ലെൻസായി ഇപ്പോൾ ഏതാ പറ്റിപ്പോയത്. ഇവിടെ ഞങ്ങൾ പ്ലാനിങ് ശരിക്കും പറഞ്ഞാൽ തെറ്റിപ്പോയി. കാരണം ഇവിടെ ഉച്ച കഴിഞ്ഞ് വേണം വരാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ മിക്കവാറും 2-3 ട്രെയിൻ സ്പോട്ട് ആയിട്ട് ഇവിടെ നിന്ന് മുള്ളൂർക്കര സ്റ്റേഷനിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഭയങ്കര നോയ്സാണ്. നമുക്ക് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ്, ഫുൾ ആൾക്കാരുമാണ്. നമ്മൾ കുറച്ച് മാറി ഇവിടെ ആൾക്കാരില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വന്ന് എടുക്കണം. അമ്പലത്തിൻ്റെ ഇവിടെ ഈ മുന്നിൽ തന്നെയാണ്. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കാരണം ഇവിടെ നിന്നിട്ടും കാര്യമില്ല, കാരണം ഈ പാരായണത്തിൻ്റെ ശബ്ദം കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഫുൾ ആ ശബ്ദം കേൾക്കത്തുള്ളൂ, ട്രെയിൻ ശബ്ദം കേൾക്കത്തില്ല. നമ്മൾ അതിനല്ലേ മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുള്ളൂർക്കര സ്റ്റേഷനിൽ പോകാൻ വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗോഡ്വിൻ്റെ ക്യാമറ ഇതേപോലെ ലെൻസ് മീൻസ് 75 300 mm ലെൻസാണ് കൊണ്ടുവന്നത്. അവനല്ല, എൻ്റെ ക്യാമറ കേട്ടോ. അപ്പോൾ അത് മാച്ച് ആകത്തില്ല, കാരണം അത് ദൂരെ എന്നാലേ കിട്ടത്തുള്ളൂ. ദൂരെ എന്നാലും അമ്പലം ഫുള്ള് കിട്ടത്തില്ല, കിറ്റ് ലെൻസ് കാണും എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നതും കാര്യമില്ല. അപ്പോൾ മുള്ളൂർക്കര സ്റ്റേഷനിൽ പോയി ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്ന് ഷൊർണൂർ പോകുന്ന ബസ്സുണ്ട്, അതിന് കയറിയ മുള്ളൂർക്കര ഇറങ്ങാൻ പറ്റും. ഞങ്ങളങ്ങനെ ബസ് കയറി ഇവിടെ മുള്ളൂർക്കര സ്റ്റേഷനിൽ വന്നേ. അയ്യോ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഞങ്ങൾ പോയ സമയം അത്ര ശരിയില്ല. ഭയങ്കര ബഹളവും, എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, അവന് ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് വന്നു. അവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ വീഡിയോയിലാണെങ്കിലും ഫുള്ള് പാരായണം വായിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോൾ ഈ മുള്ളൂർക്കര സ്റ്റേഷൻ മറ്റേ ഷൊർണൂർ നിന്ന് വരുമ്പോൾ വള്ളത്തോള കഴിഞ്ഞിട്ടുള്ള ഒരു ഹോൾട്ട് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ട്രെയിൻസൊക്കെ സ്പോട്ട് ചെയ്യാം. നമ്മുടെ മംഗലാപുരം ട്രിവാൻഡ്രം വന്ദേ ഭാരതാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാലരുവി എക്സ്പ്രസ് വരും. നമ്മൾ കഴിഞ്ഞ ദിവസം LSP അതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ പാലരുവി ഇപ്പോൾ വരുവേ. അരുവിക്ക് ഇന്ന് ഒരു WP4 ലോക്കുവാണേ.
ഇതേണ്ട ആ വരുന്നത് ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. അത് ചെന്നൈയിൽ നിന്ന് കൊല്ലം പോകുന്നൊരു ഓണം സ്പെഷ്യൽ ട്രെയിനാണ്. ഒരു G9 ലോക്കോ. അപ്പോൾ അവിടെ സിഗ്നൽ കിടപ്പുള്ളതുകൊണ്ട് അവിടെ ചവിട്ടുവാണ്. കാരണം ഫ്രണ്ടിൽ VB പോയിട്ടുള്ളതുകൊണ്ടേ അതിൻ്റെ പുറകിൽ കൊണ്ട് ഇത് ചവിട്ടും. ഭഗത് കി കോട്ടിയുടെ ഒരു WG9 ലോക്കോ ആയിരുന്നു ആ സ്പെഷ്യലിനെ കൊണ്ടുപോയത്. ഇനിയിപ്പോൾ നമ്മുടെ ഇൻ്റർസിറ്റി വരും, ബാംഗ്ലൂർ പോകുന്ന ഇൻ്റർസിറ്റി. പിന്നെ അതിൻ്റെ പുറകിൽ കോഴിക്കോട് ജേസ്. കോഴിക്കോട് ജേസ് എൻ്റെ ഇവൻ്റെ ഫേവററ്റ് വണ്ടിയാട്ടോ കോഴിക്കോട് ജേസ്. ഞാൻ കോഴിക്കോട് ജേസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭയങ്കര കാര്യം. അയ്യോ, പിന്നെ ഉണ്ട് കുറേ വണ്ടികൾ കാണിച്ചു തരാം. കോഴിക്കോട് ജനശതാബ്ദിയാണ് പോയത്. അതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോച്ചിലും ഇപ്പോൾ പരസ്യം ഒട്ടിച്ചിട്ടുണ്ട്. കാരണം റെയിൽവേക്ക് കാശ് കിട്ടുന്ന പരിപാടിയല്ലേ. അപ്പോൾ പരസ്യം ഒട്ടിച്ച് ഫുൾ ഫങ്കി ആൻഡ് വൈബ്രൻ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. വിജയവാഡയുടെ P7 ഇപ്പോൾ പോയത് നമ്മുടെ ശബരി എക്സ്പ്രസ് ആണ്. ഇന്ന് ഞാൻ ഇറങ്ങിയ ദിവസം ഭയങ്കര വെയിലാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇറങ്ങിയപ്പോൾ ആദ്യം വിചാരിച്ചത് നല്ല മഴയായിരിക്കും, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും, ഉത്രാളിക്കാവ് അമ്പലത്തിനോടൊക്കെ നല്ല രസമായിരിക്കും എന്നൊക്കെ കരുതി. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. എന്ത് പറയാനാ, ഒരു പ്ലാനിങ് ഒക്കെ ഫുൾ അവതാളത്തിലായി.
ഷൊർണൂർ പോകുന്ന വേനാട് എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. നമ്മളിനി ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ ട്രെയിൻ സ്പോട്ടിങ് വൈൻഡപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ബസ് കയറി ഷൊർണൂർ പോയിട്ട് വേനാടിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മുടെ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതിൻ്റെ ലാസ്റ്റ് റണ്ണായിരുന്നു 8 കാർ വെച്ചുള്ള. ഇത് അടുത്ത ദിവസം ഓഗസ്റ്റ് 17 തൊട്ട്, ഞാൻ വീഡിയോ എടുക്കുന്ന ഓഗസ്റ്റ് 16 ഓഗസ്റ്റ് 17 തൊട്ട് ഈ വണ്ടി 16 കാറായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഇനി മുതൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഈ വണ്ടി 16 കോച്ച് വെച്ചായിരിക്കും ഓടുന്നത്. അതെന്തായാലും നന്നായി, കാരണം ഓണത്തിന് സമയത്ത് അതിൻ്റെ കോച്ച് കൂട്ടിയിട്ട് ആൾക്കാർക്ക് ടിക്കറ്റും വേഗം കിട്ടും. ഇവിടെ മുള്ളൂർക്കര സ്റ്റോപ്പുള്ളൊരു പാസഞ്ചറാണ് ഇത്. ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ കേട്ടോ. നേരത്തെ നിങ്ങൾ കണ്ടത് നമ്മുടെ ധൻബാദ് ആലപ്പുഴയും പിന്നെ എറണാകുളം നിസാമുദ്ദീൻ മംഗളയാണ് കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ തന്നെ ട്രെയിൻ സ്പോട്ടിൽ നിർത്തിയിട്ട് നമ്മളിനി ഷൊർണൂർ പോയിട്ട് വേനാടിനെ കയറി എറണാകുളം പോകും. ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കുക കേട്ടോ. ഇത് നിലമ്പൂരിൽ നിന്ന് ശരിക്കും ഷൊർണൂർ വരുന്നൊരു പാസഞ്ചറാണ്. അതാണ് എന്നിട്ട് ഇപ്പം തൃശ്ശൂർക്ക് പോകുന്നുണ്ട്. തിരിച്ച് വൈകിട്ട് ഇത് 5:30 അങ്ങാണ്ട് ഇത് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോകും വീണ്ടും. അങ്ങ് ദൂരെ നമ്മുടെ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ക്രൂ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു കേട്ടോ. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് അതുകൊണ്ട് പോവാണ്. ഇനി അപ്പുറത്ത് രത്തിസാഗർ വരും കേട്ടോ, അതും കാണിച്ചു തരാം. ഗോരഖ്പൂർ വന്ന് രത്തിസാഗർ.
ശബരി എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയത്, സെക്കുന്തരാവ് പോകുന്നത്. ഇതിൽ ഒറ്റ പരസ്യം പോലും ഇല്ല, ഷിൻജാൻ്റെ പരസ്യമൊന്നുമില്ല, എടുത്ത് കളഞ്ഞോ അറിയത്തില്ല ഇനി. അപ്പോൾ നമ്മളിനി തിരിച്ച് ഷൊർണൂർക്ക് പോകാൻ ഇവിടുന്ന് ബസ് കയറി ഷൊർണൂർക്ക് പോയിട്ട് അവിടുന്ന് വേനാട് എക്സ്പ്രസ് നേരെ തിരിച്ച് എറണാകുളം പോകും. നമ്മൾ ബസ് ഇറങ്ങി ഇതേണ്ട നമ്മുടെ എയർപോർട്ട് പോലത്തെ ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷനിൽ പ്ലാറ്റ്ഫോം 6 ആ ഭാഗത്തെങ്ങാണ്ട് വേനാട് കിടപ്പുണ്ട്. അതിൽ പോയി നേരത്തെ സീറ്റ് പിടിച്ച് പോയി കയറണം പോയിട്ട്. നമ്മുടെ വേനാടിൻ്റെ ലോക്കോ ഇതാണ് കേട്ടോ, റോയ് ബെർത്തിൻ്റെ P73069. അപ്പോൾ ഇതിന് കയറി നമ്മൾ എറണാകുളം പോവാണ്. ഇവൻ കൊല്ലത്തോട്ട്, ഞാൻ എറണാകുളത്തോട്ട്. വേനാട് എക്സ്പ്രസ്. ഞാൻ വേനാട് ഇഷ്ടം പോലെ അവിടെ കയറിയിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുന്നതൊക്കെ വളരെ കുറവാണ്. കാരണം ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഫുൾ ആൾക്കാർ വേണം, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്ക് കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഷൊർണൂർ ടു തൃശ്ശൂർ വരെ അത്യാവശ്യം കാര്യമായിട്ടാണ് ഇത് ഓടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തിരക്ക് വരും. ഈ വേനാടിൽ ഇപ്പോൾ കറൻ്റ് 3 ജനറൽ കോച്ച് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ ടൈപ്പ്, അതായത് നോർമലി സിറ്റിംഗ് ടൈപ്പ്. ബാക്കിയെല്ലാം ചെയർക്കാറാണ്. അപ്പോൾ ചെയർക്കാറിൽ ഇരിക്കാൻ ഒരു സുഖമില്ലാത്തതുകൊണ്ടാണ് ഈ ജനറൽ കോച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് പൊതുവേ വേനാട് എക്സ്പ്രസിൻ്റെ വണ്ടി വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം ഇത് അവിടെ ഇവിടെയൊക്കെ നിർത്തി പോകുന്നത്, എനിക്ക് നിർത്തി പോകുന്ന വണ്ടിയോട് താല്പര്യമൊന്നുമില്ല. ഇവരെ ഇഷ്ടമല്ല അല്ലടാ? എനിക്കും ഇഷ്ടമല്ല. കണ്ണെടുത്ത് കണ്ടുകൂടാ വേനാടനെ. നിവർത്തിയില്ലാത്തതുകൊണ്ടായിരുന്നു കയറുന്നത്. നിവർത്തി ഉണ്ടെങ്കിൽ ജനശതാബ്ദിയിൽ മാത്രമേ കയറുള്ളൂ. ഇത് ജനശതാബ്ദിയുടെ വലിയ ആളായിട്ട് കേട്ടെ. കാരണം ഇതാകുമ്പോൾ അങ്ങനെ നമുക്ക് ഗ്യാരണ്ടി പറയാം, ലേറ്റ് ആവത്തില്ല. ഒരു മാക്സിമം പോയ 20 മിനിറ്റ് അത്രയൊക്കെ ലേറ്റ് ആകത്തുള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും പോകത്തില്ല. ബാക്കിൽ കുറേ വീക്കിലി വണ്ടികളുണ്ട്, അതൊക്കെ ചിലപ്പോൾ ലേറ്റ് ആവും. ഇതാകുമ്പോൾ ഈ ഓഫീസ് ജോലിക്കാരുടെ വണ്ടിയൊക്കെ ആയതുകൊണ്ട് ഞായറാഴ്ച പോലും ഇതങ്ങനെ ലേറ്റ് ആവാറൊന്നുമില്ല, എപ്പോഴും ഓൺ ടൈമൊക്കെ പോകുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് കയറിയത്. അതുപോലെ ഈ സമയത്ത് വേറെ വണ്ടി വേണ്ട, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിന് കയറിയത്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പിന്നെ അങ്ങ് നിവർത്തിയില്ലാത്തതുകൊണ്ട് കയറിയതാണ്. നമ്മളിപ്പോൾ ഷൊർണൂർ വിട്ട് ഭാരതപ്പുഴ കയറി. അപ്പോൾ നമ്മുടെ തൊട്ട് പുറകിൽ നമ്മുടെ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന കേരള എക്സ്പ്രസ് ഉണ്ട്. അത് ഭാരതപ്പുഴ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അങ്കമാലി വരെ അതിനെ എഴപ്പിക്കും. ഇതെല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. അങ്കമാലി വരെ എഴപ്പിച്ചിട്ട് അങ്കമാലി വെച്ചിട്ട് കേരളം നമ്മൾ ഓട്ടോയ്ക്ക് അടിച്ചു പോകും. അങ്ങനെയാണ് സ്ഥിരം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പുറകിൽ അങ്കമാലി വരെ കേരളം ഉണ്ടാവും. അങ്കമാലി വെച്ചിട്ട് കേരള എക്സ്പ്രസ് കയറി പോകും. ചിലപ്പോൾ നമ്മുടെ ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റിയും കയറി പോകും കേട്ടോ. ചിലപ്പോൾ കേരളം എന്തായാലും കയറിപ്പോകുന്ന ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഓവർടേക്ക് ഞാൻ അങ്കമാലി വെച്ച് കാണിച്ചു തരാം. ട്രിവാൻഡ്രം ഡിവിഷൻ വെൽക്കംസ് യു. നമ്മളങ്ങനെ ട്രിവാൻഡ്രം ഡിവിഷനായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രിവാൻഡ്രം ഡിവിഷനിൽ കയറി. നമ്മൾ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ജീനയും വെച്ചൊരു ഗുഡ്സ് കിടക്കുന്നു. അതെനിക്ക് ഷൊർണൂർ ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടക്കുവാണേ. ട്രിവാൻഡ്രം നോർത്ത് നിന്ന് പോർബന്ദർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഈ പോകുന്നത് കേട്ടോ. അതിവിടെ പിടിക്കാൻ തോന്നുന്നു, കാരണം മുന്നിൽ കുടിച്ചു പോയാണ്ട് എവിടെ എവിടെയെല്ലാം പിടിക്കായിരിക്കും അത്.
നമ്മൾ ഇത്രയും നേരം നിന്ന മുള്ളൂർക്കര സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് നേരം ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. രാവിലെ ഉത്രാളിക്കാവ് പോയിട്ട് ഇവിടെ വന്നിട്ട് ആണ് നമ്മൾ പിന്നെ ഷൊർണൂർ പോയത്. നമ്മൾ നേരത്തെ വന്ന് ഇറങ്ങിയ വടക്കാഞ്ചേരി സ്റ്റേഷനാണ്. ഇത് വടക്കാഞ്ചേരി ലൂപ്പ് കയറുകയാണ്. ഭയങ്കര സ്ലോയിലാണ് അവിടെ നിന്ന് ലൂപ്പ് കയറുന്നത് കേട്ടോ. വടക്കാഞ്ചേരിയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ്. വയനാടിൻ്റെ ഷൊർണൂർ ഉണ്ട്. തൃശ്ശൂർ എത്തി നമ്മളിപ്പം. നമ്മുടെ വണ്ടി ഇപ്പോൾ ഫുള്ളാവും കേട്ടോ. നമ്മളെ തൊട്ട് പുറകിൽ കേരളയുണ്ട്, പിന്നെ ഇൻ്റർസിറ്റി ഉണ്ട്, ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി ഉണ്ട്. 2 വണ്ടിയുണ്ട്. അപ്പോൾ ഈ 2 മിക്കവാറും അങ്കമാലി വെച്ചിട്ട് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് അല്ല, കയറിപ്പോവും. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടായിരുന്നു ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത്. ഇപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോകാണ്. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ഇതിൻ്റെ ലാസ്റ്റ് റണ്ണാണ്. ഇന്ന് 8 കാർ വെച്ചുള്ള ലാസ്റ്റ് റൺ. ഇത് നാളെ മുതൽ ഇത് 16 കാറായിട്ട് കൺവേർട്ട് ആവേ. നാളെ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം. നമ്മുടെ കേരളത്തിൽ NMG ട്രെയിൻ വരുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു NMG ട്രെയിനാണ് കണ്ടത്. NMG വെച്ച് ഈ കാറൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഗുഡ്സാണ്. അപ്പോൾ അത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയതാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. വേനാടിനെ അതുകൊണ്ട് അങ്കമാലിയിൽ ഒതുക്കുകയാണ്. നമ്മുടെ കേരള എക്സ്പ്രസ് കയറി പോകാൻ വേണ്ടി. പുറകിൽ ഇൻ്റർസിറ്റിയും കാണും. ഇൻ്റർസിറ്റിയും മിക്കവാറും കയറിപ്പോവും. കേരളം എന്തായാലും കയറിപ്പോകുന്ന ഉറപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേരള എക്സ്പ്രസ് ഇപ്പം ഇങ്ങോട്ട് വരും. കേരള എക്സ്പ്രസ് ഇപ്പോൾ കറുകുറ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓട്ടോയ്ക്ക് അടിക്കും. ഇതൊരുമാതിരി വൃത്തികെട്ട ഓവർടേക്ക് ആയി. ഇതൊട്ടും സ്പീഡില്ല. നമുക്ക് പയ്യെ വണ്ടി പോകുന്നത്. പച്ച കിടക്കണം, എന്നാലും സ്പീഡില്ല കേട്ടോ. പക്ഷേ ഇതെന്ത് ഓവർടേക്കാണിത്? അടുത്തായിട്ട് നമ്മൾ ഓവർടേക്ക് അടിക്കാൻ പോകുന്നത് KSR ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റിയാണ്. അതും കറുകുറ്റി ആയിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങോട്ട് വരും.
എടാ മോനെ ഞാൻ പോവാണ് കേട്ടോ. ബൈ 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 ടാറ്റ. ഇറങ്ങി പോക്കോ അങ്ങനെ വേനാട് എക്സ്പ്രസ് ഏകദേശം ഓൺ ടൈമാണ്. അങ്ങനെ വലിയ ഡിലേ ഒന്നും വരാറില്ല. കൂടിപ്പോയി 10 മിനിറ്റ് ഡിലേക്ക് വരത്തുള്ളൂ എറണാകുളം ടൗണിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പം 5:20 ആവുന്നു എറണാകുളം ടൗണിൽ കയറാൻ പോകാം. പോയിട്ട് വന്ന നല്ല പണി കിട്ടി, ജലദോഷമായി, പ്രശ്നമാണ്, ഒരു ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു. പനി ഉണ്ടോയെന്നൊരു സംശയമുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഓണമൊക്കെ വരുവാണ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ അടിച്ചു പൊളിക്കുക ഗൈസ്. അപ്പോൾ ഓണം ആയതുകൊണ്ട് വീഡിയോസിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും. അടുത്ത ദിവസം കാണാം. ബൈ.